വെൽക്കം ടു അക്ഷരവാണി. ഇത് കുട്ടികളുടെ റേഡിയോ AUPS തോട്ടേക്കാട്. നിങ്ങളോടൊപ്പം ഞാൻ RJ ദിയ തൻഹ. ഇന്ന് ഒരു പിടി വ്യത്യസ്തമായ കലാവിഭവങ്ങളുമായാണ് അക്ഷരവാണി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ആരാണ് ആദ്യം നമ്മളോടൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. ഹലോ, അക്ഷരവാണിയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ ഫഹിമയാണ്. ഞാൻ 6C ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഏത് പാട്ടാണ് ഞങ്ങളുടെ ശ്രോതാക്കൾക്കായി ഫഹിമ പാടുന്നത്? ഞാൻ പാലോം പാലോം എന്ന നാടൻ പാട്ടാണ് പാടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. പാലോം പാലോം നല്ല നടപ്പാലം, അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കണ നേരം, ആയോര പാലത്തിൻ്റെ തൂണിയിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്. എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കണൊരച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ. എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാൻ ചൊല്ലിത്തരാം. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാൻ ചൊല്ലിത്തരാം. അന്നാണേലേ ഒരു വറുതി മാസം, കള്ളക്കാര കീടകം തിന്നാനും കുടിക്കാനില്ലാത്ത കാലം. അന്നാണേലേ ഒരു വറുതി മാസം, കള്ളക്കാര കീടകം തിന്നാനും കുടിക്കാനില്ലാത്ത കാലം. നീ അന്നോ നീന്തി നടക്കണ പ്രായം, അടിവെച്ച് വീണ് കരയണ പ്രായം, വറുതിക്ക് തീർപ്പ് കളിപ്പിച്ചമ്രാൻ ഉണ്ണീടമ്മേനെ കരുവാക്കീണ്. വറുതിക്ക് തീർപ്പ് കളിപ്പിച്ചമ്രാൻ ഉണ്ണീടമ്മേനെ കരുവാക്കീന്. പാലോ പാലോ നല്ല നടപ്പാലം, അപ്പൻ്റെ കയ്യും പിടിച്ച് നടക്കണ നേരം, ആയോര പാലത്തിൻ്റെ തൂണിയിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. നമുക്ക് വേണ്ടി മനോഹരമായ നാടൻ പാട്ട് പാടിയ ഫഹിമക്ക് അക്ഷരവാണിയുടെ നന്ദി അറിയിക്കുന്നു. ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത്, പരിഹസിക്കുകയും ചെയ്യരുത്. അത് സ്വന്തം സുഹൃത്താണെങ്കിൽ പോലും. കാരണം ന്യൂനതകളില്ലാത്ത മനുഷ്യരില്ല, എല്ലാം തികഞ്ഞവരായി മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുമില്ല. ഓർക്കുക, നിലച്ചുപോയ ഘടികാരം ദിവസത്തിൽ ഒരു തവണ യഥാർത്ഥ സമയം കാണിച്ചു തരുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരവാണി. ഇത് കുട്ടികളുടെ റേഡിയോ AUPS തോട്ടേക്കാട്. നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, ആരാണ് വിളിക്കുന്നത്? ഞാൻ ഹയ്യ മിഹറാണ്. 6A ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. ഞാൻ കാട്ടുപൂവ് എന്ന കവിതയാണ് ആലപിക്കാൻ പോകുന്നത്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം, മഴവില്ല് പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം, മഴവില്ല് പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാൽമുടി ചുരുളിലെത്താൻ, പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും
മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കൊടുക്കില്ല, താനെ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ പൊഴിയുന്ന ഇതഴുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്ന് ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിലെത്തിടുമ്പോൾ, നിന്റെ കൊലുസിലെ നാദങ്ങളിൽ ഞാൻ താനെ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യക്തമായി പോകുമെൻ ജീവിതം. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യക്തമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ആധുനിക അറബി സാഹിത്യത്തിന്റെ പുരോഗതി നെപ്പോളിയന്റെ കാലത്ത് ആരംഭിച്ചെങ്കിലും അറബി ഭാഷ സാഹിത്യത്തിലെ 1500 കൊല്ലം അപ്പുറം പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മനോഹരമായ അറബി ഗാനവുമായി നമ്മളോടൊപ്പം ചേരുകയാണ് RC ക്ലാസ്സിലെ ഷഹല. മുസ്തഫ മുസ്തഫ മൻബഉൽ ഇസ്സഫ സയ്യിദുൽ അംബിയ മിശാലുൻ ഫിൽ അഫ കാന ഫീ യുസ്ബിഹി لليتامى دفا. മുസ്തഫ മുസ്തഫ മൻബഉൽ ഇസ്സഫ സയ്യിദുൽ അംബിയ മിശാലുൻ ഫിൽ അഫ كان في يصبه لليتامى دفا. حن قلبي اللاحو فلا شوكا إلي لساء جسئت شربة من يدي. الصلاة علي السلام علي مصطفى مصطفى منبأ للصفا سيد الأنبياء مشال في الأفا كان في حسبه لليتامى دفا. مصطفى مصطفى. നമ്മുടെ അക്ഷരവാണിക്ക് മനോഹരമായ ഒരു ജിംഗിൾ മ്യൂസിക് ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ജെസി ടീച്ചർ. നമുക്ക് നമ്മുടെ മനോഹരമായ ജിംഗിൾ സോങ് ഒന്ന് കേട്ടാലോ? കൈ പിടിച്ചു വാനിലേക്കൊന്നെത്തി നോക്കിടാം, കൂട്ടുകൂടി കളി പറഞ്ഞു കാഴ്ചകൾ കാണാം. കളിയും കാര്യവും ഒന്നിച്ചു പങ്കിടാം, പങ്കിട്ടെടുത്ത അറിവുകൾ വാരി വിതറിടാം, പങ്കിട്ടെടുത്ത അറിവുകൾ വാരി വിതറിടാം. ഇനി മുതൽ അക്ഷരവാണി നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നത് ഈ മനോഹരമായ സംഗീതവുമായിട്ടാണ്. മക്കൾക്കു വേണ്ടി ഞാൻ കാശു നേടി, അവരത് കൊണ്ടു ഇംഗ്ലീഷു നേടി. ഇന്നവർ എൻ്റെ നേർ പൊക്കുന്ന കാലിനെ സ്വപ്നത്തിൽ പോലും എനിക്കു പേടി. ഊണുമുറക്കമില്ലാതെ ഞാൻ നേടിയതൊക്കെ അവർക്ക് വിധിച്ചു നൽകി. മക്കൾക്ക് ഞാൻ ഭാരമാവാതിരിക്കുവാൻ വീടൊന്ന് മാത്രം ഞാൻ ബാക്കിയാക്കി.
ഈയിടെ ഇവിടെയും യോഗം നടക്കുന്നു, ചർച്ചകൾ പലതും നടന്നിടുന്നു. ചർച്ചയിൽ നല്ല പരസ്യം പറയുന്നു മക്കൾ മരുമക്കൾ വാശിയോടെ. കൊച്ചിയിലുണ്ട് വൃദ്ധസാദനം, ഇപ്പൊ കോഴിക്കോടുണ്ട് ശവസാദനം. കാര്യമെനിക്ക് മനസ്സിലായി, എൻ്റെ വീടിനുമിന്നവർ നോട്ടമിട്ടു. ജീവന്റെ ജീവനാം എൻ്റെ മക്കൾ, എന്നെ എങ്ങോ കളയാൻ വെമ്പുന്ന മക്കൾ. തളർച്ചയോടൊന്നു ഞാൻ ചാരിക്കിടക്കവേ ചാരു കസേരയ്ക്കു മുറുമുറുപ്പ്. അറിയാതെ ഓർത്തു ഞാൻ പുറകിൽ ഉപേക്ഷിച്ച യൗവന ജീവിത കാലത്തെയും. അവളൊത്തു കഴിയേണ്ട യൗവന ജീവിതം മരുഭൂമിയിൽ ഞാനും നഷ്ടമാക്കി. പരിഭവ ദുഃഖ പരിദേവനങ്ങളും പലതും പറഞ്ഞു കരഞ്ഞവളും. ഇതൊക്കെയും നമ്മുടെ മക്കൾക്കു വേണ്ടിയാണ്, ആശ്വസിപ്പിച്ചു പറഞ്ഞു ഞാനും. എന്നെ സ്നേഹിച്ചവൾ എല്ലാം സഹിച്ചവൾ, എന്നെ തനിച്ചാക്കി യാത്രയായി. സ്വർഗത്തിൽ നിന്നെന്നെ അവളു വിളിക്കുന്നു, മക്കളിൽ ഇവിടെ ഇങ്ങോട്ടു പോരൂ. മരണമാസന്നമായ ഉപദേശമൊന്നെനിക്കുണ്ടെൻ്റെ മക്കൾക്ക് നൽകിടുവാൻ. ആയുസ്സും ജീവിതം നഷ്ടമാക്കിയിട്ടാരും സമ്പാദിക്കല്ലേ മക്കൾക്കു വേണ്ടി. അവരെ പടച്ചവൻ ഈശ്വരനാണെങ്കിൽ അവർക്കൊള്ളതങ്ങനെയും വന്നു ചേരും. മക്കളെ നോക്കേണ്ട നർത്തമില്ല, അതിനെ കളയേണ്ട ജീവിതമെന്നു സാരം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാത്തോർക്കില്ല സ്വർഗം എന്ന് വേദവാക്യം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാത്തോർക്കില്ല സ്വർഗം എന്ന് വേദവാക്യം. താങ്ക് യു. ഇന്ന് നമ്മളോടൊപ്പം ഒരു കൊച്ചനുജത്തി കൂടിയുണ്ട്. 1B ക്ലാസ്സിലെ ദിയാനക്കുട്ടി. ഈ കൊച്ചുമിടുക്കിയുടെ ഒരു പാട്ട് കേട്ടാലോ? മിഷ പിരിക്കണ പൂച്ച, കാണാൻ നല്ലൊരു പൂച്ച, എന്താ ഇങ്ങനെ പമ്മി പമ്മി പാത്തു നിൽക്കുന്നേ? പാൽ കിണ്ണം കണ്ടു, തട്ടിയിട്ട് കുടിച്ചു. അമ്മ വന്ന് കണ്ടാൽ പിന്നെ എന്നെയും നിന്നെയും തല്ലും. തല്ലുകൊള്ളാൻ ഞാനില്ല. തോട്ടത്തിൽ പോയി കൂട്ടുകാരൊപ്പം പന്ത് കളിക്കാലോ. പുതുപുത്തൻ സ്കൂൾ വിശേഷങ്ങളുമായി അടുത്ത ചൊവ്വാഴ്ച വീണ്ടും കാണാം.